ഹരി വല്ലാത്ത അസ്വസ്ഥതയിലാണ്. അയാൾ എല്ലാത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു. അതിന്റെ കാരണം നിത്യയാണ്. രഘുവേട്ടനൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മളോട് പറയാത്ത കാര്യങ്ങൾ പോലും നിത്യ ഹരിയോട് പറയും. ജീവൻ അവളുടെ മുൻപിൽ നല്ലവനായി ചമയുന്ന ഓരോ കാര്യങ്ങളും അവൾ ഹരിയുടെ മുമ്പിൽ വിശദീകരിക്കും. എടോ, ഇതിലിപ്പോ നമ്മൾ ആരെ കുറ്റപ്പെടുത്താ? നിത്യയെ തന്നെ. അവൾക്കിപ്പോ നമ്മളെയൊന്നും വിശ്വാസമില്ലല്ലോ. ജീവൻ പറയുന്നതും ജീവൻ കാണിക്കുന്നതും ഒക്കെയല്ലേ അവൾക്ക് കാര്യം. ജ്യോതിയുടെ കാര്യത്തില് മനുവിനെ തേടിപ്പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ ലോകത്തിലെ ഏറ്റവും നല്ല പുരുഷനെന്നാ നിത്യയുടെ മനസ്സിലവൻ. രഘുവേട്ട, അതേ അവൻ തന്നെയാ അവളെ കൊല്ലുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. തള്ളി പറയേണ്ടി വരുന്നതും ഒഴിവാക്കേണ്ടി വരുന്നതും സ്വന്തം മകനെ തന്നെയാണ്. ഒരവയവത്തിന് ക്യാൻസർ ബാധിച്ചാൽ അത് മുറിച്ചു കളയല്ലേ ചെയ്യുന്നത്. ഇത് മുറിച്ചു കളയേണ്ടി വരും. എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും അവളെ ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. ഒരിക്കൽ ഒരൊറ്റ നിമിഷത്തിൽ അവന്റെ മുഖത്ത് മാറി വരുന്ന ആ ഭാവം ഉണ്ടല്ലോ, അതൊന്നും അവളെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയാൽ മതി. എന്റെ മോളെ പിന്നെ എനിക്ക് നഷ്ടപ്പെടില്ല. പേടിയാണ് രഘുവേട്ട. അവളുമായിട്ട് പുറത്തു പോകുമ്പോ, ഒന്നിച്ച് ഒരു വണ്ടിയിൽ സഞ്ചരിക്കുമ്പോ ഒക്കെ എനിക്ക് പേടിയാ. താൻ വിഷമിക്കില്ലടോ. പ്രതിസന്ധികൾ ഉണ്ടാകുന്നുവെങ്കിൽ അതുപോലെ തന്നെ അതിന് പരിഹാരങ്ങൾ ഉണ്ടാവുന്നില്ലേ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ജ്യോതിയുടെ കാര്യം. വല്ലാത്തൊരു പൊള്ളലായിരുന്നില്ലേ അത് നമുക്ക്. അത് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നിത്യയുടെ കാര്യത്തിലും ഒരു വെളിച്ചമുണ്ടോ? ഇത്രയും കാലം താൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തതല്ലേ? ഇനിയിപ്പോ നമുക്കൊന്നിച്ചാവാം. ഈ പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചു നാളെങ്കിലും മനസ്സമാധാനമായിട്ട് നമുക്കൊന്ന് ജീവിക്കണ്ടേ സുജാതേ? വേണം. മക്കള്, മരുമക്കള്, അവരുടെ കുഞ്ഞുങ്ങള്, അവരുടെയൊക്കെ ഇടയില് അവരെയൊക്കെ നോക്കി സന്തോഷത്തോടെ ഒന്നിരിക്കണം രഘുവേട്ട. തീരുന്ന മടുത്തു. തൽക്കാലം ഹരിയെ എങ്ങും പോകാൻ അനുവദിക്കാൻ പാടില്ല. അത് നമുക്ക് രാമകൃഷ്ണേട്ടനോട് പറയാം. നിത്യയുടെ കാര്യത്തിലെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ബാക്കി ഒരു ഉത്തരമേ ഉള്ളൂ. അതവനാണ്. മരിച്ചുപോയി എന്ന് കരുതുന്ന ഒരു മകൻ തിരിച്ചു വരുമ്പോ ഒരമ്മയുടെ മനസ്സ് എത്ര സന്തോഷിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഒക്കെ അവരങ്ങ് ചത്തുപോയെങ്കിലെന്ന് ഞാൻ കരുതാറുണ്ട്. ഹരി, അമ്മാവാ, ഹരി. എന്തുവാ മോളെ? ആദ്യം ഇങ്ങോട്ട് വന്നോ? ആദ്യം കല്യാണം താഴത്തെ വീട്ടിലല്ലേ? കല്യാണം ഇങ്ങോട്ട് വന്നിട്ടില്ലേ? കല്യാണിയെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ ചെന്നപ്പോ അവൾ അവിടെ ഇല്ല. ആദ്യം വന്ന് വിളിച്ചിട്ടുണ്ടാവുന്ന ഞങ്ങൾ കരുതി. അവരിപ്പോ എങ്ങോട്ട് പോയ? എപ്പോഴാ നീ അറിഞ്ഞേ? എപ്പോ? ഇവരെവിടെ പോയി? അല്ല മോളെ, മോള് വെറുതെ പേടിക്കാതെ.
അവരിവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നമുക്ക് ഇവിടെയൊക്കെ തന്നെ ചുറ്റി നോക്കാം. മോളെ അവരെങ്ങും പോയിട്ടാവില്ല എന്ന്. വാ നമുക്ക് നോക്കാം. വാ വാടാ. കല്യാണി കല്യാണി ഇടാ ആദി നീ പുറകെ പോയി ഒന്ന് നോക്കിയേ. ചെല്ലേ മോളിതാ ആ ഭാഗത്തൊക്കെ നോക്ക് കേട്ടാ. കല്യാണി കല്യാണി ആദി കല്യാണി കല്യാണി ആദി കല്യാണി കല്യാണി ആദി ആദി ശ്ശോ. കല്യാണി കല്യാണി ആദി കല്യാണി ആദി കല്യാണി കല്യാണി ആദി കല്യാണി കല്യാണി അമ്മേ മോളെ, അവിടെ മുഴുവനും ഞാൻ നോക്കി, അവിടെ എങ്ങും ഇല്ല. അല്ല സുജാതെ, രാവിലെ ഇനി വല്ല ട്യൂഷൻ ക്ലാസ്സിനും പോയി കാണുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ആരെയും വിളിക്കാതെയും പറയാതെയും പോവോ? അല്ല അതും ശരിയാ, അതും ശരിയാ. ആദി എടാ ഹരി, അമ്മാവ അവരെ കണ്ടോ? എടാ ഇല്ല, നീയേ ഈ കാർ എടുത്തിട്ട് അടുത്ത കാലം പോയി ഒന്ന് നോക്ക്. അത് ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുകയായിരിക്കും. അത് ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണല്ലോ. ചെല്ല്. ആ സുജാതെ, എന്തായാലും പേടിക്കണ്ട, അവൻ നോക്കാൻ പോയിട്ടുണ്ടല്ലോ. അമ്മേ എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മേ. ഇന്നലെ രാത്രി നല്ല കരച്ചിലായിരുന്നു. എന്നെ വീട്ടിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കല്യാണി 2 ദിവസമായിട്ട് കല്യാണി അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ട് കേട്ട് ഹരിയാണെങ്കിൽ ആ കുഞ്ഞിനെ വഴക്ക് പറയുകയും ചെയ്തു. രാമകൃഷ്ണേട്ടാ, മക്കളുടെ കാര്യം ചിലപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ ആവണമെന്നില്ല. അവര് വേറെ ഏതെങ്കിലും രീതിയിൽ വേറെ ഏത് രീതിയില് അമ്മ എന്താ പറയുന്നേ? വെറുതെ ഓരോന്ന്. അതെ മോളെ, ശരവണൻ എന്തിയേ? ശരവണൻ മാർക്കറ്റിൽ പോയിരിക്ക. അല്ല ഇനിയിപ്പോ ശരവണന്റെ കൂടെ എങ്ങാനും കുഞ്ഞുങ്ങളുണ്ടാവൂ? മോളൊരു കാര്യം ചെയ്യും, ആദ്യം ആ ശരവണനെ ഒന്ന് വിളിക്കേ. ചെല്ല്. എനിക്ക് ഉറപ്പാ സുജാതെ, കുഞ്ഞുങ്ങൾ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പേടിക്കണം രാമകൃഷ്ണേട്ടൻ. ഈ 2 വീടുകളിൽ എന്തിനും മടിക്കാത്ത 2 പേരുണ്ട്. അതെന്റെ മോൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. കുട്ടികളെ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ചങ്കിൽ കത്തിയേറ്റൊന്നൊരു ധാരണയുണ്ടാവും. സുജാതെ, ഇപ്പോ എന്തായാലും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എനിക്ക് ഉറപ്പാ പിള്ളേര് ശരവണന്റെ കൂടെ തന്നെ ഉണ്ടാവും. അല്ലാതെ ഇവരിപ്പോ എവിടെ പോകാനാ? அயச்சிருக்க அது கூட இங்க கொடுக்க. சரி ஐயா. ഹലോ നിത്യമ്മ. ഹലോ ശരവണ എവിടെയാ?
நான் மார்க்கெட்ல இருக்கேம்மா. ആദ്യം കല്യാണി ശരവണന്റെ കൂടെയുണ്ടോ? இல்லம்மா. என்னாச்சு? എന്ന് ശരവണൻ പോകുമ്പോ അവരെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? இல்லம்மா. ஏதாவது பிரச்சனை இருக்கா? ആദ്യം കല്യാണി ഇവിടെ ഇല്ല. ஐயோ അവരെവിടെ പോയതാണെന്നും അറിയില്ല. கடவுளே അവര് ആരോടും പറഞ്ഞിട്ടുമില്ല. கடவுளே. ഇവിടെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ശരവണൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ദാ വന്നിട്ടമ്മ. ശ്ശോ, ഈശ്വരാ, അവരിത് എവിടെ പോയതാ? ചേച്ചി, ഇനി എന്താടാ ഇത്ര അത്യാവശ്യമായിട്ട് വാങ്ങാനുള്ളത്? എനിക്കൊന്നും വാങ്ങാനില്ല, എല്ലാം ആദിക്കാണ്. അതിന് നീ ഇപ്പൊ തന്നെ എത്ര വാങ്ങിച്ചു കൂട്ടി? അതെ ചേച്ചി, പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് തൃപ്തി തോന്നുന്നില്ല. അവൻ്റെ ഇഷ്ടങ്ങൾ അറിയാത്തതുകൊണ്ടാ. അപ്പോ അവൻ നിന്റെ കൂടെ വന്നിട്ട് വാങ്ങിച്ചാ പോരെ? അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അത് വേണ്ട ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്താലോ? നേരെ സുജാത ആൻറ്റിയുടെ വീട്ടിൽ പോയി ആദിയെയും കല്യാണിയെയും കൂടെ കൂട്ടിയാലോ? അവന് വേണ്ടതെല്ലാം അവൻ സെലക്ട് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അവരവിടെ കൊണ്ടുപോയി വിടാം. അതൊന്നും വേണ്ടടാ. അത് വേണം ചേച്ചി. ജ്യോതിയോട് കുറച്ചു നേരം സ്വകാര്യമായിട്ടൊന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്കും ജ്യോതിക്കും ശരിക്കും സന്തോഷമായത്. അതുപോലെ മോനെ കുറച്ച് സമയം എൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ എനിക്ക് അവനോടൊന്ന് അടുക്കാൻ പറ്റുമല്ലോ. നമുക്കെന്തായാലും പോകാം. നീ ഞാൻ പറയുന്ന കേക്ക്. ഇനിയിപ്പൊ എന്തായാലും വിവാഹം കഴിഞ്ഞിട്ട് മതി. വർഷങ്ങളോളം കാത്തിരിക്കൊന്നും വേണ്ടല്ലോ. മണിക്കൂറുകൾ കഴിഞ്ഞാൽ ജ്യോതി മാതി നിന്റെ കൂടെയുണ്ട്. എന്നിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തു. ചേച്ചി, മനു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു സബ് കളക്ടറാ കിടന്ന് കൊഞ്ചുന്നത്. സബ് കളക്ടർക്ക് എന്താ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലേ? അയ്യടാ, അവനൊരു അച്ഛൻ വന്നിരിക്കുന്നു. എന്റെ പിള്ളേരെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ ഏട്ടാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, കാണാനില്ല. അവരെവിടെ പോയി? ഇപ്പൊ എവിടെ പോയി അന്വേഷിക്കുക? ഈ പിള്ളേരുടെ ഒരു കാര്യം. സുജാതെ, മറ്റന്നാൾ കല്യാണമല്ലേ? ഇങ്ങനൊരു സംഭവം അതിപ്പോ അവരെ അറിയിക്കാനും പറ്റില്ലല്ലോ. എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കണ്ടെത്തിയേ പറ്റൂ. അതെ, നമുക്ക് പോലീസിനൊന്ന് അറിയിച്ചാല. ஆமா நானும் அதுதான் சார் யோசிச்சுட்டு இருக்கேன். പോലീസിൽ അറിയിക്കാൻ വരട്ടെ രാമകൃഷ്ണേട്ടാ. അതെന്ത്? ഈ വീട്ടിൽ നമ്മളെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടല്ലോ. ജീവന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഓ, അമ്മേ, എന്താ അമ്മ ഈ പറയുന്നത്? ഈ കല്യാണം നടത്താൻ ശ്രമിക്കുന്നത് ജീവനല്ലേ? എന്നിട്ട് ജീവൻ തന്നെ അത് മുടക്കാൻ ശ്രമിക്കോ?
എന്തു പറ്റി? എന്താ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്? അതെ മോനെ, ആദ്യം കല്യാണിയെ അവര് നിന്റെ കൂടെ എങ്ങാനും വന്നായിരുന്നോ മോനെ? ഇല്ല, അവരെൻ്റെ കൂടെ എവിടെ വരാനാണ്? എടാ സത്യം പറ, കുട്ടികളെവിടെ? ഇതെന്തൊക്കെയാ ചോദിക്കുന്നത്? കുട്ടികളെ കാണാനില്ലെങ്കിൽ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. ഓ ഓ ഓ, അതും കൂടെ എൻ്റെ തലയിൽ എടുത്തു വെക്കാനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ശ്രമിക്കുന്നത്. ഇവിടെ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നീയോ? അതുകൊണ്ടാ നിന്റെ അടുത്ത് ചോദിക്കുന്നത്. അമ്മേ, നിങ്ങൾ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ. മറ നിത്യേ, ആദ്യം നിന്നെ പിരിഞ്ഞു പോവില്ലെന്ന് ഞാൻ നിനക്കൊരു വാക്ക് തന്നായിരുന്നോ? അത് സത്യമാണോ? ആ, അപ്പൊ ഞാൻ ആദ്യം എന്തെങ്കിലും ചെയ്യോ? രാമകൃഷ്ണേട്ടാ, ഓ ഇനി താമസിക്കണ്ട, പോലീസിൽ അറിയിക്കേ. ഓ പോലീസുകാർ വരട്ടെ, ഇവിടെയുള്ളവരെ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യട്ടെ. ആരാ കള്ളത്തരം കാണിച്ചെന്ന് അവര് കണ്ടുപിടിക്കട്ടെ. വിളിക്കേ വിളിക്കേ, എത്ര ഉന്നതനായ ഓഫീസർ വേണമെങ്കിലും വിളിക്കേ. എൻ്റെ അമ്മ ചെയ്യാത്ത കാര്യത്തിന് തല ഒന്നിച്ച് നിൽക്കാൻ എന്നെ കിട്ടില്ല. അല്ല മോനെ, ഇപ്പോ തർക്കിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമല്ല. ഏതാ നമുക്ക് പോലീസിനെ അറിയിച്ചിട്ട് അവരുടെ മറുപടി എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. ഏതാ അതുവരെ നമുക്ക് കുട്ടികളെ തിരയും ചെയ്യാം. ഞാൻ പോലീസിനെ വിളിക്കാമേ. ഇരിക്ക. എന്താ ജ്യോതി? നിത്യേച്ചി, സത്യം പറ, ആദ്യം എവിടെയുള്ളത്? നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? നിത്യേച്ചിക്ക് ആദ്യം പിരിയാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. അതിനുവേണ്ടി അവനെ എവിടേക്കെങ്കിലും മാറ്റി നിർത്തിയിരിക്കുവാണോ? മോളെ, ഞാൻ അവനെ ഒരു മകനായിട്ട് കണ്ടിട്ടില്ല, ഒട്ടും പരിഗണിച്ചിട്ടില്ല. പക്ഷെ മനു എന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അതിന് ശ്രമിക്കുക. അവന്റെ അമ്മയായിട്ട് മാറാൻ തുടങ്ങുമായിരുന്നു. അതിനിടയ്ക്ക് എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നേ? ആദ്യം കാണാതായ ഈ വിവാഹം നടക്കുവോ? മനുവിന്റെ വീട്ടുകാരതിന് സമ്മതിക്കോ? നീ എന്നെ ഇങ്ങനെ സംശയിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെയാ നിനക്കിതിന് പറ്റുന്നേ? നിനക്കൊരു നല്ല കാലം വരുമ്പോ ഞാനതിന് തടസ്സം നിൽക്കോ? പറ, ഞാൻ അങ്ങനെ ചെയ്യുന്ന തോന്നുന്നുണ്ടോ? അമ്മേ, ഇവളെന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ആദ്യം ഞാൻ എവിടേക്കെങ്കിലും മാറ്റി നിർത്തിയതാണോ എന്ന്. അമ്മയ്ക്കുണ്ടോ ഇങ്ങനത്തെ സംശയം? പിന്നെ എന്റെ മോൻ എവിടെ പോയി? അത് പറ. ജ്യോതി, നീ ബഹളം വെക്കാതെ. നിത്യ അങ്ങനൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. മോളെ, അവര് ചിലപ്പോ മുൻപത്തെ പോലെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ വേറെ ആരെങ്കിലും.
മക്കളെ നമ്മൾ കണ്ടുപിടിക്കും. അവർ വരുമ്പം അവർ പറയുമല്ലോ എല്ലാത്തിനും ഉത്തരം. അതുവരെ ഒന്ന് ക്ഷമിക്കും. മനുവാ വിളിക്കുന്നെ. ആദിയുടെ കാര്യം പറയാനാ മനു കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എന്താ പറയേണ്ടത്? അമ്മേ, ഫോൺ എടുക്ക്, അല്ലെങ്കിൽ മനു ചിലപ്പോ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഹലോ. ആ ഹലോ, ആൻറ്റി ആണോ? അതെ മോനെ. ആൻറ്റി, ജ്യോതിക്കൊന്ന് ഫോൺ കൊടുത്തേ.